ഹലോ കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷം? ഞാൻ കുറച്ച് നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്നൊരു ഹെൽത്തി വീഡിയോ ആയിട്ട് വരാം എന്ന് വിചാരിച്ചു, ഹെൽത്തി റെസിപ്പിക്കായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, വെയിറ്റ് ലോസ് ജേണി നോക്കുന്നവരും അതുപോലെ ഹെൽത്തി ഡയറ്റ് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒട്ടും മടുക്കത്തില്ല, ഭയങ്കര ടേസ്റ്റും എല്ലാ കുട്ടികൾക്കും വരെ ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ കുട്ടികൾ ഇത് കഴിക്കുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിന് വേണ്ടത് മെയിനായിട്ട് നമുക്ക് സുച്ചിനി വേണം, ക്യാരറ്റ് വേണം, പിന്നെ മൈക്രോ ഗ്രീൻസ് വേണം, ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം ഞാൻ 3 കളറും എടുത്തു. കാര്യം 3 കളർ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ലതാണല്ലോ. അതുകൊണ്ട് ഞാൻ 3 കളറിൽ എടുത്തിട്ടുണ്ട്. ഇത് ബട്ടറിലും ചെയ്യാം, നമുക്ക് ഒലിവ് ഓയിലും ചെയ്യാം. ഞാൻ ബട്ടറിലാണ് ചെയ്തത്. ബട്ടറിലാകുമ്പോൾ ചെയ്യുമ്പോൾ നമുക്കൊട്ടും വിശക്കത്തില്ല. നല്ല ഹെൽത്തി ഫാറ്റാണ് ബട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ സുച്ചിനി ഇട്ട് കൊടുത്തത് കേട്ടോ. സുച്ചിനി സ്ലൈസ് ചെയ്ത് അരിയുമ്പോൾ വളരെ കനം കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ട് അരിയരുത്, ഒരു ഇച്ചിരി ഇതിലരിയുക. ഈ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു ലുലുവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിൽ ലുലു മാളിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇതുപോലെ തന്നെ മൈക്രോ ഗ്രീൻസും ഈ സുച്ചിനിയും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഞാൻ ഉണ്ടാവുമല്ലോ, അത് എല്ലായിടത്തും ഉള്ളതാണ്. പിന്നെ അതിനുശേഷം സുച്ചിനി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് കൊടുത്തു. ഇതെല്ലാം ജസ്റ്റ് ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് മൈക്രോ ഗ്രീൻസ്. കാര്യം അതിനൊന്നും അധികം വേവില്ല, പെട്ടെന്നാവും അതൊക്കെ. ജസ്റ്റ് പറയാം, എല്ലാം കൂടി ഒരു 10 മിനിറ്റ്. ഇതൊന്നും അരിഞ്ഞെടുക്കേണ്ട താമസം, ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട ഇത് കുക്ക് ചെയ്തെടുക്കാൻ, പെട്ടെന്ന് തന്നെ ആവും. പിന്നെ ഇതിന് കൂടെ ഞാൻ സൈഡായിട്ട് ഞാൻ മുട്ട പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത് ഞാൻ സ്ലൈസ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചതാണ്, അത് പാളിപ്പോയി. പിന്നെ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അത് എയർ ഫ്രയറിലാണ് ഞാൻ ഗ്രില്ല് ചെയ്തത്. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള മസാലയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഈ വെജിറ്റബിൾസിൽ ഞാൻ ആകെ ഇടുന്നത് പെപ്പറും അതുപോലെ സാൾട്ടും മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കണ്ട. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. റോയായിട്ട് ഇതുപോലെ തന്നെ നല്ല ഗ്രില്ല് ചെയ്ത്, അതായത് വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കുമ്പോൾ അറിയാം, അത് ക്യാപ്സിക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റ് ട്രൈ ഐറ്റമാണിത്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യണി നോക്കുന്നവർ നല്ലതാണ്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവം കിട്ടുകയും ചെയ്യും. അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മെനു ആണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. പെപ്പറൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം, അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ ചേർക്കാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ സൈഡിൽ 3 ബേക്കറി ബ്രെഡ് ഇത് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ബട്ടറും ഗാർലിക്കും യൂസ് ചെയ്തിട്ട് തന്നെയാണ് അതും ഞാൻ ഒന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് 4 കൂടി കഴിച്ചാൽ അവിടെ കിടന്നോളും, പിന്നെ വിശക്കത്തേ ഇല്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം എൻ്റെ കമൻറ്റിൽ ഇടുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും എന്താ പറയുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.